സ്റ്റേജ്. ശിവകാമി 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 അടിപൊളി. വந்தாச்சு ശിവകാമി വந்தாச்சு. അതെ, ഇഷ്ടപ്പെട്ടോ ഇൻട്രോ സോങ്? ശിവകാമി ശിവകാമി ഇഷ്ടപ്പെട്ടു. ഇഷ്ടായി. ഒരു ഉഗ്രൻ കോസ്റ്റ്യൂം ആണല്ലോ. നല്ല മാച്ചിങ് കോസ്റ്റ്യൂം. അതും ആ മുടിയിലിരിക്കുന്നതൊക്കെ ഒരേ എല്ലാം ഒരേ കളർ അല്ലേ, റെഡ്. ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂം. ഇപ്പൊ സ്ഥിരമായിട്ട് ഫ്ലവർ ഗേളായിട്ടാണ് വരണ കേട്ടോ. അതെ, ഇത് എപ്പോഴും ഇങ്ങനെ വെക്കും. അപ്പൊ പാട്ട് നമ്മുടെ രാജഹംസമല്ലേ കുഞ്ഞേ? വെയിറ്റിംഗ് ഇവിടെ എല്ലാരും. ഈ പാട്ട് മുമ്പേ അറിയോ മോൾക്ക്? മുമ്പേ തന്നെ അറിയോ? ഇതിനായിട്ട് പഠിച്ചതാ. ആഹാ, റെഡിയായി. വേഗം കേൾക്കാം അല്ലേ? ശിവകാമിക്കുട്ടി പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ശിവകാമിക്കുട്ടിക്ക് വോട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നന്നായി പാടുന്നേ. ശരി, ഓൾ ദി ബെസ്റ്റ്.
ശിവകാമി കുഞ്ഞെ, ഇതൊക്കെ ചിത്ര ചേച്ചി നേരിട്ട് കേൾക്കേണ്ട പെർഫോമൻസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ അങ്കിളിന് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ പാട്ട് ശിവകാമി കുഞ്ഞിന്റെ ശബ്ദത്തിൽ കേട്ടെങ്കിലോ എന്ന്. മീൻ കൂടെ ഈ ഒരു പാട്ട് കൺസീവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അത് വളരെ ബൃഹത്താണ്. ഒരുപാട് ചിന്തകൾ അതിന്റെ പിന്നിൽ കൊടുക്കുന്നുണ്ട് പാട്ടുകാർ. വലിയ വലിയ പാട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഈ ഇത്തരം പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേക്കും വളരെയധികം റിഹേഴ്സ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി അങ്ങനെയാണ് പാടുക. നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല, ഈ ബൃഹത് പരിപാടികളൊന്നും അറിയില്ല. അപ്പോൾ കുഞ്ഞെന്ന് വെച്ചാൽ ആ ട്യൂൺ ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരൊറ്റ എക്സിക്യൂഷനാണ്. അത് ഒരു അഭൂതപൂർവമായിട്ടുള്ള കാര്യമാണ്, അത്ഭുതമാണ്. അത് വീണ്ടും 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 തെളിയിക്കുന്ന ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടു ഓ തോഴൻ, എന്റെ ആത്മരാഗം കേട്ടു നിന്നു. അതൊക്കെ ഉഗ്രനായിരുന്നു. വന്നത് ഒരു അനുപല്ലവിയിലാണ് തോന്നുന്നു. പല്ലവി കഴിഞ്ഞിട്ട് അതുവരെ ഇങ്ങനെ സംശയിച്ചു എഞ്ചിൻ പോണോ പോണ്ടയോ അതോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു തോന്നല് പോലെ അങ്കിളിന് ഉണ്ടായിരുന്നു കേട്ടോ. വെരി ഫസ്റ്റ് പല്ലവിയില് രാജഹംസമേ മഴവിൽ കുടിലിൽ എന്നുള്ള ആ സംഗതി കുറച്ച് എന്തോ വേറെ പാരി അങ്കിള് തോന്നി. അത് കേൾപ്പിക്കാമോ? മഴവിൽ കുടിലിൽ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, അതില്ലേ ആ വരുമോ ആ സംഗതി ഒന്നുകൂടെ. വരുമോ വരുമോ വരുമോ. സാഗരങ്ങളെ തൊട്ട് നന്നായിട്ടാ. എവിടെ എന്റെ സ്നേഹഗായകൻ, അത് കഴിഞ്ഞിട്ടുള്ള സംഗതിയൊക്കെ നന്നായിരുന്നു കേട്ടോ. എന്റെ സ്നേഹവാനവും ജീവഗാനവും ബന്ധനമാകുമെങ്കിലും നിന്നിൽ, അതെങ്ങനെ പാടിയ? എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും, അനുശ്രുതിയാണ് ഞാൻ പറഞ്ഞത്. ആകുമെങ്കിലും ബന്ധനമാകുമെങ്കിലും നിന്നിൽ പമക പമക അത് ബന്ധനമാകുമെങ്കിലും നിന്നിൽ. ഇതെല്ലാം കുറച്ചും കൂടെ ക്രിസ്പായിട്ട് പാടിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു ശിവകാമി കുഞ്ഞെ. പക്ഷെ ആ നിറയാൻ എന്ന് പറഞ്ഞ അവസാനം നിന്നില്ലേ, അത് നന്നായിരുന്നു കേട്ടോ. അത് എനിക്കറിയാം, ഒന്നുകൂടെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവകാമി കുഞ്ഞിന് കുറച്ച് സ്ട്രെയിൻ ആണോ? നല്ല ഹൈ അവൾക്ക്. അങ്ങനെ ഉണ്ടോ? പാടാം ഓക്കെ ആണോ? ആണോ? ഒറ്റ പാട്ട് പാടിക്കോ. ശിവകാമി ഓക്കെയാണ് പാടാൻ. നിമിഷമേഘമായി ഞാൻ പെയ്തു തോർന്നിടാം, നൂറായിരമിതളായി നീ വിടരുവാൻ, ജന്മം യുഗമായി നിറയാൻ. ഓ ക്ലീൻ ബൗൾ. അത് ഗംഭീരമായിരുന്നു കേട്ടോ. അത് ഓർക്കസ്ട്രയുടെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ആ ക്ലീൻ ബൗൾഡ് ഫീലിംഗ് തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ശിവകാമി കുഞ്ഞിൻ്റെ കഥകൾ അല്ലേ. അപ്പോൾ ക്വാർട്ടർ ഫൈനലിലെ ആദ്യത്തെ ഒരു പെർഫോമൻസ് ആണ്. അങ്കിളിന് ഇഷ്ടപ്പെട്ടു.
ഇനി അടുത്ത രണ്ടിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഒരു ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ പോരട്ടെ. ഓക്കെ, ശിവകാമി കുട്ടി, എന്തോ ശിവകാമി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മോളെ. താങ്ക് യു. എപ്പോഴും ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കാറുണ്ട് മോള്. അത് ഇന്നും ചെയ്തിട്ടുണ്ട് മോള്. താങ്ക് യു. പിന്നെ ഇത് മോൾക്ക് പറ്റിയ ഒരു പിച്ചാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കുറച്ച് ഹൈ ആയിട്ട് തോന്നിയാ മോൾക്ക്? ഇല്ല ഇല്ല, തീർച്ചയാ ഉണ്ണിച്ചേട്ടാ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹയർ പിച്ച് ആണെങ്കിലും മോക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നതാണ് അല്ലേ? ഓക്കെ, ബേസ് ആണ് കുറച്ച് ഓക്കെ. ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൻ്റെയൊക്കെ പ്രത്യേകിച്ച് വേറെ ഫീലാണ്. ആ ഫീല് മോള് അതിഗംഭീരമായിട്ട് പാടി. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആകെ പറ്റിയിട്ടുള്ളത് ചെറിയ ഫൈൻ ട്യൂണിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇനിയും അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴേക്കും കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ ഭംഗിയാക്കുക, അത്രേ പറയാറുള്ളൂ. ഈ പാട്ട് അതിമനോഹരമായി താങ്ക് യു. ബ്യൂട്ടിഫുള്ളായി പാടി മോൾ കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു. ശിവകാമി കുഞ്ഞേ, എന്തോ നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി കേട്ടോ. താങ്ക് യു. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. അത് ഈ ചെറിയ പ്രായത്തിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് ഒപ്പിയെടുത്ത് അത് ഇവിടെ വന്ന് റെൻഡർ ചെയ്യുന്ന പോലെയാണ് ശിവകാമി ഇതിനായിട്ട് കുട്ടിയുടെ പാട്ട്. പഠിച്ചതെന്ന് പറയണേ. ഇതിനായിട്ട് പഠിച്ചതാണ്. ഇതിനു മുമ്പേ അറിയില്ല. അറിയില്ല. അപ്പൊ അത്രയും എത്ര ദിവസം കൊണ്ട് പഠിച്ചത് ശിവകാമി കുട്ടി? 2 ദിവസം കൊണ്ട് മൈ ഗോഡ്. ഈ പാട്ട് പഠിച്ച് ഇതുപോലെ പാടാന്ന് പറഞ്ഞ ബൈ ഹാർട്ട്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. OMG ആണ്. പിന്നെ ആകെ 1-2 സ്ഥലത്ത് ഇങ്ങനെ ശ്രുതി ഫൈൻ ട്യൂണിങ്ങിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാം. ഒന്ന് ശിവകാമി കുട്ടിയുടെ ശബ്ദം, എസ്പെഷ്യലി ആ മേളത്തെ ജന്മയുഗമായി നിറയാൻ സൂപ്പർ കേട്ടോ. അതൊന്ന്. 2 ഈസ് ഓഫ് സിംഗിങ്. പാടിയത് നല്ല എന്താ പറയാ, പോസ്ചർ മാറിയിട്ടില്ല. ഒരു കഴുത്ത് ശരിക്കോ ഒരു സ്ട്രെയിൻ തോന്നിക്കോ, നമുക്ക് ആർക്കും ഒരു സ്ട്രെയിൻ ഒരു സിമ്പിളായിട്ട് നിന്നിട്ട് അങ്ങ് പാടുകയാണ്. മിടുക്കിയായിട്ട് പാടി. സ്വിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ഫുൾ സോങ്. ഫുൾ സ്വാങ് അതുണ്ടായിരുന്നു. യെസ്, ആൻഡ് കോറസ് വാസ് ഓൾസോ സോ ഗുഡ് ടുഡേ. അടിപൊളിയായിട്ട് ചെയ്തു കോറസ്. അങ്ങനെ പോകുമ്പോ ശിവകാമി കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 97.75 ഔട്ട് ഓഫ് 100. നമ്മുടെ ശിവകാമി കുട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. MJ അങ്കിൾ, വെൽക്കം.